ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷെഫ് പണിക്കർ, 4 റെസ്റ്റോറൻറ്റ് അജ്മാൻ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഈസ്റ്റർ സ്പെഷ്യൽ ഒരു പോത്തിൻ്റെ വാരിയലിൻ്റെ ഭാഗത്ത് ഒരു ഇറച്ചിയുണ്ട് ഉണ്ടാക്കുവാണ്. ബീഫ് റിബ്സിൻ്റെയാണ്. റിബ്സ് അതായത് പോത്തിൻ്റെ നമ്മുടെ വാരിയലിൻ്റെ ഭാഗം. നോക്കിയേ, ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, ഈ നമ്മുടെ റിബ്സ് അങ്ങോട്ട് ഒരു കുക്കറിലിട്ട് അങ്ങോട്ട് വേവിക്കാൻ പോകണം. നോക്കിയേ, അതിനുവേണ്ടി നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇത് കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നോക്കി, ഒരു നുള്ള് നോക്കി മുളക് പൊടി, ഒരു സ്പൂൺ ഉപ്പിടാണ്, ഒരല്പം വെള്ളം ഒഴിച്ച് കുക്കറിനെ കൊണ്ട് നമുക്ക് അടിച്ചേക്കാം. അവരെ ഇവിടെ പാൻ വയ്ക്കുന്നു. നമ്മുടെ ബീഫ് ഒരു വിസിലടിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഗരം മസാലയാണ്, ഗാർലിക്ക് നോക്കി ഒരു 10 ഗ്രാം ഉണ്ട്, ഇഞ്ചി അത് ഒരു 8 ഗ്രാം ഇടുകയാണ്, പച്ചമുളക് ഒരു 2-3 പച്ചമുളക്, ഒരു 2 സവോള ഉണ്ട്, 2 സവോള സൈസാണ്, സൈസ് സവോള. നമുക്ക് നമ്മുടെ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിരിക്കണം. ഒരു 2 ഗ്രാം നമ്മൾ ടർമറിക് പൗഡർ, 2 ഗ്രാം ടർമറിക് പൗഡർ, ഒരു 5 ഗ്രാം മല്ലിപ്പൊടി, ഒരു 5 ഗ്രാം നമ്മൾ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇട്ട് നല്ല സ്പൈസി ആയിട്ടാണ് ഉള്ളത്. ചില്ലി പൗഡർ തീരെ ലൈറ്റായിട്ടാണ്, ചില്ലി പൗഡർ തീരെ ലൈറ്റായിട്ട് ചെയ്ത് ഉപ്പ് സോൾട്ട്. നമ്മുടെ ആ മസാലയുടെ ആ പച്ചമണം പോയിരിക്കണം. നല്ല സ്പൈസ് തക്കാളിക്ക ഒരു 1.5 തക്കാളിക്ക ഉണ്ട്. പെപ്പർ പൗഡർ ശാല കൂടി ഞാൻ ചേർക്കുകയാണ്. നല്ലൊരു ഈസ്റ്ററൊക്കെ അല്ല, അപ്പോൾ 2 നമുക്ക് 2 നമ്മുടെ സാധനം വീശണമെങ്കിൽ തന്നെ നല്ല ഒരു സ്പൈസി ആയിക്കോട്ടെ. നല്ല സെറ്റായിക്കാണ്, വെന്തിരിക്കുകയാണ്. സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലടിക്കുന്നത്. നല്ല ഇന്ത്യൻ ബീഫിൻ്റെ റിബ്സാണ്, വാരിയലിൻ്റെ പീസാണ്. അത് നല്ല വെന്ത് നല്ല സെറ്റായിരിക്കുകയാണ്. അതിൻ്റെ വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നത്. ഒരു 30 മില്ലി നമ്മുടെ തിക്ക് തേങ്ങാപ്പൊഴിച്ച് ഒരു മസാല നല്ല കുറുക്കെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുറുക്കി വന്ന മസാല ഇട്ട് നമ്മുടെ വെന്ത് ആ ബീഫ് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ പോത്തിന് റിബ് അങ്ങനെ നല്ല സെറ്റായിരിക്കണം, റെഡി ആയിരിക്കണം. പക്ഷേ കൂടി നല്ല തിക്ക് തേങ്ങാപ്പൊഴിച്ച് ഫിനിഷ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ആ റിബ് അങ്ങനെ നല്ല സെറ്റായിരിക്കണം. ഒരു സെർവിങ് പ്ലേറ്റ് അങ്ങനെ ഞാൻ മാറ്റാൻ പോകണം. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് റിബ്സ് റെഡി ആയിരിക്കുകയാണ്. ഒരു സ്വല്പം ഗ്രേവി കൂടെ അതിനകത്ത് ഒഴിക്കുക. ഗ്രേവി അല്ല, ഒരു ഡ്രൈ ഡിഷാണ് ഇത് കേട്ടോ. സെമി ഡ്രൈ. അപ്പോൾ പൊറോട്ട, ചപ്പാത്തി എല്ലാം ഇതോടെ കഴിക്കാം. നമുക്ക് 2 അടിക്കുകയും ചെയ്യാം വേണമെങ്കിൽ. നിങ്ങൾക്ക് നമ്മുടെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ട ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുമ്പോൾ വണക്കം.